Okay, welcome back. Our next topic, distance traveled by a body in nth second. Distance traveled by a body in nth second. Nth second. Distance traveled in nth second. Okay, അത് സംഭവം എന്താണെന്ന് നമുക്ക് പറയാം. അവിടെ ആക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഈ പോയിന്റ് മുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയെന്ന് വിചാരിച്ചോ. ഈ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇത് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ, ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷനിൽ ട്രാവൽ ചെയ്യാണ്. എന്തായിരുന്നു യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ഒരേ ഓർഡറിൽ അല്ലേ, ഒരേ ഓർഡറിൽ ചേഞ്ച് ചെയ്ത് വരും. അതിനനുസരിച്ച് വെലോസിറ്റി ഇപ്പോൾ ഒരേ ഓർഡറിൽ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ ആദ്യത്തെ 1 സെക്കൻഡിൽ കുറച്ച് ഡിസ്റ്റൻസേ സഞ്ചരിക്കൂ. അങ്ങനെയല്ലേ പറഞ്ഞ്. അടുത്ത 1 സെക്കൻഡ് ഞാൻ ഇവിടെ 2 സെക്കൻഡ് എഴുതി. ഇവിടെ മുതൽ ഇവിടെ വരെ 1 സെക്കൻഡാണ്. 1 സെക്കൻഡ് ഈ ടോട്ടലാണ് 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുതൽ ഇതുവരെ 1 സെക്കൻഡാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ 1 സെക്കൻഡാണ്. അതിൽ 1 സെക്കൻഡിൽ അടുത്ത 1 സെക്കൻഡിൽ ഇതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കും. ഞാനിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എന്നേ പറയുന്നുള്ളൂ. നമുക്ക് ഇത് ടോപ്പിക്ക് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഇതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും ഇത് എന്നൊക്കെ നമുക്ക് നോക്കാം. അവിടെക്കട്ടെ. ഇപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ അടുത്ത 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 3 സെക്കൻഡ്. ടോട്ടൽ ടൈം 3 സെക്കൻഡ് നമ്മൾ കണക്കാക്കുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെയാണ് 3 സെക്കൻഡ്. ഇവിടെ മുതൽ ഇവിടെ വരെ 1 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. അടുത്ത 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈം എത്രയായി? 4 സെക്കൻഡായി. അടുത്ത 1 സെക്കൻഡിൽ ഇതിനേക്കാളും കൂടുതൽ ദൂരം സഞ്ചരിക്കും. എന്നാൽ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഓരോ സെക്കൻഡിലും ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. അതായത് S = ut + ½ at². യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി വിടില്ല. ഇനീഷ്യൽ വെലോസിറ്റി ഇത് ut + ½ at². അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ഞാനിവിടെ ഇങ്ങനെ എഴുതുന്നു S4. എന്താണ് S4? nth എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു തരേ. അവിടെ കിട്ടെ എത്തിയില്ല. S4 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡാണ്. ഇൻ 4 സെക്കൻഡ് എന്ന് വെച്ചാൽ 4 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. 4 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ 4 സെക്കൻഡ് വരെ ഉള്ള ഡിസ്റ്റൻസ്. ഈ ടോട്ടൽ ഇതാണ് മക്കളെ S4. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. സ്റ്റാർട്ടിങ് മുതൽ അവിടെ വരെയുള്ള ദൂരമാണ് S4. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ്. അപ്പോൾ ഇൻ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം എത്രയാണ്? 4 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം 4 ആണ്. അപ്പോൾ u × 4 + ½ a × 4² ഇങ്ങനെ വരും. അടുത്തത് ഇങ്ങനെ പറഞ്ഞു S3. എന്താണ് S3 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് സ്റ്റാർട്ടിങ് മുതൽ 3 സെക്കൻഡ് വരെ. ഈ സംഭവമാണ് S3. 3 സെക്കൻഡ് സ്റ്റാർട്ടിങ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. അപ്പോൾ ടൈം എത്രയാ? ഇൻ 3 സെക്കൻഡ് അല്ലേ. ഇൻ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം എത്രയാ? 3 സെക്കൻഡ്. അപ്പോൾ u × 3 + ½ a × 3² ഇങ്ങനെയല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഡിസ്റ്റൻസ് ട്രാവൽഡ് വ്യത്യാസം മനസ്സിലാക്കണേ ശരിക്ക്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ 4 വരെ.
ഇത് ഇൻ 3 സെക്കൻഡ്, സ്റ്റാർട്ടിങ് മുതൽ 3 വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു, എസ് ഫോർത്ത്. എന്താണ് എസ് ഫോർത്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡ്. ഇൻ 4th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ, 4 സെക്കൻഡിലല്ല, നാലാമത്തെ സെക്കൻഡിൽ, ഫോർത്ത്, നാലാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 3 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ പേരാണ് മക്കളെ എസ് ഫോർത്ത്. അതാണ് nth എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ്, ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡ്. അപ്പോൾ ഇൻ 5th സെക്കൻഡോ? 5th എന്ന് പറഞ്ഞാൽ 4 മുതൽ 5 സെക്കൻഡ്, 4 മുതൽ 5 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എസ് തേർഡോ? ഇത് എസ് 3, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. ഇൻ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3rd സെക്കൻഡ്. തേർഡ്, മൂന്നാമത്തെ സെക്കൻഡ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെ ഈ ഡിസ്റ്റൻസ്. എസ് സെക്കൻഡോ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ് സെക്കൻഡ്. സെക്കൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 2 വരെ, 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയുള്ള കാണാം. കാരണം ഇതെല്ലാം യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് നമ്മളെന്താ പറഞ്ഞാൽ, യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ഈക്വൽ അല്ലല്ലോ, ഇതിങ്ങനെ കൂടി വരികയല്ലേ. എല്ലാം ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒന്ന് കണ്ടാൽ തന്നെ ഇതൊന്ന് കണ്ടാൽ തന്നെ അത് തന്നെ ആയിരിക്കും എല്ലാം. അങ്ങനെയല്ലല്ലോ ഇത്. ഓരോ സെക്കൻഡിലും ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയല്ലേ. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഇവിടെ 4 സെക്കൻഡ് എന്ന് എഴുതിയില്ലേ ഞാൻ? 4 സെക്കൻഡ് വരെ നമ്മളിവിടെ എഴുതിയതാണ്. 4 സെക്കൻഡ് കഴിഞ്ഞാൽ 5 സെക്കൻഡ്, 6 സെക്കൻഡ് അങ്ങനെ എഴുതാം. അപ്പം നമ്മൾ 4 സെക്കൻഡ് നമ്മൾ n സെക്കൻഡ് എന്ന് കൊടുത്തു. n സെക്കൻഡ്. ഇപ്പോൾ 4 എന്ന് പറയുന്നത് n ആണ്. n എന്തും ആവാം. 4 സെക്കൻഡ് വരെ നമ്മളിപ്പോൾ പിക്ചർ വരച്ചതല്ലേ. 10 സെക്കൻഡ് വരെ വെച്ചാൽ n 10 ആ രൂപത്തിൽ. അത് 4 സെക്കൻഡാണ്. ഇത് 3 സെക്കൻഡ് അല്ലേ? 3 സെക്കൻഡാണ്. അപ്പോൾ ഇതിനേക്കാളും ഒന്ന് കുറവാണ്. 3 ഒന്ന് കുറവാണ്. അപ്പോൾ ഇത് n ആണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? അതിനേക്കാളും ഒന്ന് കുറവ് എന്ന് പറയുമ്പോൾ n-1 സെക്കൻഡ് വരും. n-1 സെക്കൻഡ് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്തേനും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് അല്ലേ? അപ്പം നമ്മൾ ഇൻ 4 സെക്കൻഡ് എന്ന് പറയുന്നതിന് പകരം n സെക്കൻഡ് എന്ന് പറയുന്നു. അപ്പോൾ 4ൻ്റെ സ്ഥാനത്ത് n. 4ൻ്റെ സ്ഥാനത്ത് n. അപ്പോൾ ഇത് SN. 4ന് പകരമാണ് n, ഓർമ്മിച്ചോ? 4ന് പകരം n. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്. n സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 4ൻ്റെ സ്ഥാനത്ത്, ഞാൻ പറഞ്ഞു 4ൻ്റെ സ്ഥാനത്താണ് 4 സെക്കൻഡ് പറയുന്നതിന് പകരമാണ് n സെക്കൻഡ്. അപ്പോൾ 4ൻ്റെ സ്ഥാനത്ത് n. അപ്പോൾ ഇതിൽ 4ന് പകരം n. അപ്പോൾ ഇവിടെ എന്ത് വരും? SN വരും. SN പേരെന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്. 4ന് പകരം n. ഇവിടെയെല്ലാം n കൊടുക്കും. 4ന് കാണുന്നിടത്തല്ല n കൊടുക്കുക. അപ്പോൾ u ഇൻറ്റു ഇവിടെ n വരും. n പ്ലസ് ഹാഫ് a ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയർ എന്നുള്ളിടത്ത് n സ്ക്വയർ വരും. 4ന് പകരം n വരും. അടുത്ത അപ്പോൾ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാലോ? 3 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒന്ന് കുറവല്ലേ? അപ്പോൾ ഇവിടെ n-1. 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ n-1 സെക്കൻഡ് അല്ലേ? അപ്പോൾ 3ൻ്റെ സ്ഥാനത്ത് n-1. 3ക്ക് പകരം n-1. അപ്പോൾ ഇതിൻ്റെ പേരെന്നാ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. 3ക്ക് വരെ n-1. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ്. അപ്പോൾ n-1 എന്നാണ് ഈ സംഭവം. ഇത് n. 4 എന്ന് പറഞ്ഞാൽ n. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ n-1. അതിനേക്കാളൊന്ന് കുറവ്. അപ്പോൾ 3ക്ക് പകരം 3 കാണുന്നിടത്ത് n-1. അപ്പോൾ എന്ത് വരും? u ഇൻറ്റു n-ൻ്റെ സ്ഥാനത്ത് n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു 3 സ്ക്വയർ. 3 എന്ന് പറയുമ്പോൾ n-1 ഹോൾ സ്ക്വയർ. ഇത് n സ്ക്വയർ, ഇത് n-1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്. തുടക്കം മുതൽ n സെക്കൻഡ് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് ഇൻ n-1 സെക്കൻഡ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടുപിടിക്കേണ്ടെന്നാ? ഹെഡിങ് നോക്കൂ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ 4 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 4 സെക്കൻഡ്. ഇവിടെ 4th സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡ് എന്ന് വെച്ചാൽ 3 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ്. 3 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4th സെക്കൻഡാണ് ഇത്. ഇനി 4നെയാണ് നമ്മൾ എന്ത് വിളിച്ച n. അപ്പോൾ ഇതെന്തായി? 4th എന്നുള്ളത് എന്തായി? S4 എന്നുള്ളത് എന്തായി? SNth എന്നായി. ഇതിൻ്റെ പേരാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഇപ്പോൾ 4th എന്ന് പറയുമ്പോൾ 3 മുതൽ 4 വരെ.
അപ്പോൾ nth എന്ന് പറയുമ്പോൾ n-1 സെക്കൻഡ് മുതൽ n സെക്കൻഡ് വരെ ഈ ഡിസ്റ്റൻസാണ് കാണുന്നത്. അപ്പോൾ nth ഇത് കാണാൻ എന്ത് ചെയ്യണം മക്കളെ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? Sn, അതല്ലേ ഇത് Sn. ഇനി ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസാണ് Sn-1. ടോട്ടൽ Sn-ഉം ഇത് Sn-1. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്യണം? ഇത് കാണാൻ ടോട്ടലിൻ്റെ അകത്തുനിന്ന് ഇത് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ Sn ആണ് ടോട്ടൽ Sn മൈനസ് ഇതിൻ്റെ അകത്ത് മൈനസ് ചെയ്യണം. Sn മൈനസ് ഇത് സംഭവം വരും Sn-1. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അപ്പോൾ ഇത് കിട്ടും. ഓക്കെ, Sn എത്രയാണ്? Sn-ൻ്റെ ഇക്വേഷൻ ഇതാ, un പ്ലസ് ഹാഫ് an² മൈനസ് ഒരു ബ്രാക്കറ്റ് ഇടുക Sn-1 ഇതാ u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 ഹോൾ സ്ക്വയർ. ഇയാൾ ഓക്കെ. അപ്പോൾ ഇതെന്ത് കിട്ടും? un പ്ലസ് ഹാഫ് an² മൈനസ് u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, u ഇൻറ്റു n un മൈനസ് u ഇൻറ്റു 1 ആയത് u പ്ലസ് ഹാഫ് a ഇൻറ്റു ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്തോ. ഫസ്റ്റ് n² വരും മൈനസ് 2n വരും, 2n പ്ലസ് 1 വരും അല്ലേ. a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? അപ്പോൾ ഇത് un പ്ലസ് ഹാഫ് an². ഇനി ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. മൈനസ് un മൈനസ് പ്ലസ് u. ഓക്കെ, വൺ മോർ തിങ്, സോറി, ഹാഫ് an² മൈനസ് ബ്രാക്കറ്റ് un മൈനസ് u. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ബ്രാക്കറ്റിന് പുറമേ ഉള്ളത് ഹാഫ് a അല്ലേ. ഹാഫ് a കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ. ഹാഫ് a ഇൻറ്റു n² പ്ലസ് ഹാഫ് an². ഹാഫ് a ഇൻറ്റു n² മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്. ഹാഫ് a ഇൻറ്റു 2n, ഇതും മൾട്ടിപ്ലൈ ആണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 ക്യാൻസൽ ആവും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക 2 ക്യാൻസലായി ബാക്കി ഉണ്ടാവുക, പിന്നെ എയും ഉണ്ടാവും എന്നും ഉണ്ടാവും, എയും എന്നും. അപ്പോൾ an പ്ലസ് ഹാഫ് a ഇൻറ്റു 1, ഹാഫ് a വരും. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ un പ്ലസ് ഹാഫ് an², ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോൾ മൈനസ് un ആവും, ഇത് മൈനസ് un ആവും. മൈനസ് പ്ലസ് ആവും, പ്ലസ് u ആവും. ഇത് മൈനസ് ആവും, മൈനസ് ഹാഫ് an². ഇത് മൈനസ് പ്ലസ് വരും, പ്ലസ് an വരും. ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഹാഫ് a വരും. un-ഉം മൈനസ് un-ഉം ക്യാൻസൽ ആവും. ഹാഫ് an² മൈനസ് ഹാഫ് an² ക്യാൻസൽ ആവും. ഇനി ബാക്കിയുള്ള ടേമുകൾ ഏതല്ല? ഒരു u ഉണ്ട്, ഒരു an ഉണ്ട്, ഒരു മൈനസ് ഹാഫ് a ഉണ്ട്. u an മൈനസ് ഹാഫ് a, ഇത്രയും ടേംസാണ് ബാക്കിയുള്ളത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? Snth, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമ്മൾ Snth ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇതിൽ ബാക്കി എന്തൊക്കെയാണുള്ളത്? Snthൻ്റെ അകത്ത് ബാക്കിയുള്ളത് u പ്ലസ് an മൈനസ് ഹാഫ് a, ഇത്രയും ടേംസാണ് ബാക്കിയുള്ളത്. സോ Snth ഈക്വൽ ടു u പ്ലസ് ഈ രണ്ട് ടേമിൽ നിന്ന് ടേക്ക് a ഔട്ട് സൈഡ്, a ഇൻറ്റു n-1 വരും. സോ Snth ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു ഈ 2 ഇങ്ങോട്ട് എടുത്തോ, 2n മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 2 വരും. ഓൾ ഡിവൈഡ് ബൈ 2 എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ a/2 എന്ന് പറയാം അല്ലേ, a/2. സോ Snth ഈക്വൽ ടു u പ്ലസ് a/2.
A/2 നമുക്ക് ഇങ്ങനെ പറയാം, ഹാഫ് എ അല്ലേ, ഹാഫ് A/2 ഹാഫ് എ ഇൻറ്റു 2n-1 എന്ന് പറയാം. u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1 എന്ന് പറയാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഈ ഡെറിവേഷനും ചെയ്ത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ Snത്തിൻ്റെ ഫോർമുല എന്ന u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് S4 കാണണം. S4, അപ്പോൾ ഇവിടെ ഇത് S4 എന്ന് പറഞ്ഞാൽ S എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഇൻ ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുന്നതിനും 3 മുതൽ 4 വരെയുള്ള 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് S4 ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ S4 എന്ന് പറയുമ്പോൾ അപ്പോൾ നോക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് 4, എന്നിൻ്റെ വരെ 4. അപ്പോൾ ഇതിൽ എന്നിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. അപ്പോൾ ഫോർമുല എന്നാൽ u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1. ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഇക്വേഷനകത്ത് ഒരു u ഉണ്ടല്ലോ. നിങ്ങൾ കാണുന്ന S4 അല്ലേ, അങ്ങനെ ഈ ദൂരം, ഈ ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്, ഇതാണ് നമ്മൾ കാണുന്നത്, ഈ ഡിസ്റ്റൻസാണ് കാണുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ്റെ അകത്ത് വന്ന u ഏത് u ആണ്? നമ്മൾ തുടങ്ങുന്ന സമയത്ത്, ഇക്വേഷൻ എഴുതുന്ന സമയത്ത് u എന്ന് പറയുന്നത് ഈ u ആണ്, സ്റ്റാർട്ടിങ്ങിലേ ഉള്ള u ആണ്. അല്ലാണ്ട് ഈ നമ്മൾ കാണുന്ന ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി അല്ല u. u എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ്റെ അകത്തുള്ള u എന്ന് വെച്ചാൽ തുടക്കം മുതലേ ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള u ആണ് ഇത്, അതും ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. Snth u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു, അതായത് ഒരു ഒബ്ജക്റ്റ് റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി തുടക്കത്തിൽ റസ്റ്റാണ്. റസ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. റസ്റ്റിലായതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എന്നിട്ട് ഇത് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. യൂണിഫോം ആക്സലറേഷനാണ് ആയിരിക്കണേ, എങ്കിലേ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ഒരേപോലെ ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്നു. യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 10 സെക്കൻഡായി, ടൈം 10 സെക്കൻഡായി. നിങ്ങളോട് പറയുന്നു S10 കാണണം, S10 കാണണം. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് S10 എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 സെക്കൻഡ്. ഇൻ 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാണ് S10 ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 സെക്കൻഡ്. ഇൻ 10th സെക്കൻഡോ? 10th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 9 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇതാണ് S10th എന്ന് പറഞ്ഞാൽ ഇത് 10ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ്. 9 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസാണ്. ഇത് ടോട്ടലാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ S10 കാണണം. ഇപ്പോൾ നമ്മൾ S=ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുക. ഇത് കാണാം, ഈ ടോട്ടൽ കാണാൻ വേണ്ടി ഈ ഫോമിൽ എടുക്കുക. S10 ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 സെക്കൻഡ്. അപ്പോൾ ടൈം എത്രയാ? ടൈം 10. u0 ആണ്. u0 ആണ്ട് 0 കൊണ്ട് വേണ്ടപ്പോൾ u0 ആണ്ട് 0 കൊണ്ട് വേണ്ടപ്പോൾ ഇത് ടേം 0 അല്ലേ, u0 അല്ലേ, 0 × 0. അപ്പോൾ ഹാഫ് എ ഇൻറ്റു, ഇപ്പോൾ ആക്സലറേഷൻ വേണമെങ്കിൽ ഒരു 2 ആയിക്കോട്ടെ, 2 m/s² ആണ് ആക്സലറേഷൻ എന്ന് വെച്ചോ. അപ്പോൾ u0 ടേം 0, ഹാഫ് എ 2 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 സെക്കൻഡ് അല്ല, ഇൻ 10 സെക്കൻഡ്. അപ്പോൾ ടൈം 10 ആണ്, 10 സ്ക്വയർ. അപ്പോൾ ഇത് 100 വരും, 100 മീറ്റർ വരും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അത് കാണാൻ ഈ ഫോമുല വെച്ച് ചെയ്യണം, ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി S10th 9 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഈ ഡിസ്റ്റൻസ് S10th അത് കാണേണ്ട ഫോമുല നമ്മൾ Snthൻ്റെ ഫോമുല. നമ്മളിപ്പോൾ പഠിച്ച ഫോമുല എന്ന ഫോമുല u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1. നിങ്ങൾ കാണേണ്ട S10th ആണ്. അതിൻ്റെ അർത്ഥം n എത്രയാണ്? n 10 ആണ്. n വരെ 10 കൊടുക്കും. u എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാണ് കാണുന്നതെങ്കിലും u എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലേ ഉള്ള u ആണ്. തുടക്കത്തിൽ എന്താണ്? റസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ u0 ആണ്. റസ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ്? a2 ആക്സലറേഷൻ 2 ആണ്. ഇൻറ്റു 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 10 ആണ്. n 10 -1 ഇത് ക്യാൻസലായി. സോ ഇറ്റ് ബിക്കം 20 -1 19 മീറ്റർ വരും. ഇത് S10th
ഇത് S10. ഇതാണ് വ്യത്യാസം. ഒന്ന് ടോട്ടലാണ്, ഒന്ന് 9 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മോർ തിങ്. ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് റസ്റ്റിൽ നിന്ന് തുടങ്ങി, റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, റസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തു. റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് യു ഇനീഷ്യലി തുടക്കത്തിൽ റെസ്റ്റാണെങ്കിൽ യു എന്താണ് 0. അപ്പോൾ ഒരു കാർ ആദ്യം റെസ്റ്റാണ്, റെസ്റ്റിൽ നിന്ന് തുടങ്ങി. അപ്പോൾ റെസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, എന്നിട്ട് യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു, ഒരേപോലെ ചേഞ്ച് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് 1 സെക്കൻഡിൽ ഇവിടെ എത്തി. യൂണിഫോം ആക്സലറേഷനിലല്ലേ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ പഠിച്ചു ഈ ഡിസ്റ്റൻസിനേക്കാൾ ആദ്യത്തെ 1 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ആയത്. ഞാൻ ഇവിടെ എഴുതുമ്പോൾ 2 സെക്കൻഡ് എന്ന് എഴുതും, പക്ഷേ 2 സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 2 സെക്കൻഡ്, ടോട്ടലാണ് 2 സെക്കൻഡ്, ഇത് 1 സെക്കൻഡേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണ് എസ് ഫസ്റ്റ്. ഈ ഡിസ്റ്റൻസ് എസ് ഫസ്റ്റ് എന്നാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഈ മൊത്തം ഡിസ്റ്റൻസിൻ്റെ പേരെന്താ? ഈ മൊത്തം ഡിസ്റ്റൻസിൻ്റെ പേരാണ് S2. എന്നാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. വ്യത്യാസം മനസ്സിലാക്കണേ. ഇൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ 2 സെക്കൻഡ് വരെ, ഇൻ 2 സെക്കൻഡ്. പക്ഷേ ഇതിൻ്റെ പേരെന്താ? എസ് സെക്കൻഡ്. ഇതെന്നാ? ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ, 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള ദൂരമാണ് ഇത്. S2 എന്ന് വെച്ചാൽ ടോട്ടലാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള ദൂരം. അടുത്ത 3 സെക്കൻഡ് ഇവിടെ എത്തി. നമ്മൾ പഠിച്ചു യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ടെന്ന് സംഭവിക്കുക. യൂണിഫോം ആക്സലറേഷൻ ആയതുകൊണ്ട് ഈ ഓരോ 1 സെക്കൻഡിലുള്ള ദൂരവും ഈ ദൂരത്തിനേക്കാൾ കൂടുതലായിരിക്കും ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്, അതിനല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണ് എസ് തേർഡ്. nth എന്നെല്ലാം പറയുന്ന പോലെ തേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്നാ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള ദൂരം ഇത്. അപ്പോൾ ഇത് ടോട്ടലിൻ്റെ പേരെന്നാ? ഈ ടോട്ടലിൻ്റെ പേരാ S3. ഇതിനെ നമുക്ക് എസ് ഫസ്റ്റ് എന്നും വിളിക്കാം, S1 എന്നും വിളിക്കാം. എസ് ഫസ്റ്റ് തന്നെയായിരിക്കും S1. അപ്പോൾ ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. അല്ല ഇൻ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയാം. ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെയല്ലേ, അല്ല ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള ദൂരം. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മുതൽ 3 വരെയുള്ള ദൂരം. ഇത് S3 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഓക്കെ, തൽക്കാലം ഇത് അവിടെ കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ എസ് ഫസ്റ്റ്, എസ് സെക്കൻഡ്, എസ് തേർഡ്, അടുത്ത എസ് ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ എസ് nth നമ്മളിപ്പോൾ പഠിച്ച സാധനം ഇത്. ഓക്കെ, ഒന്ന് തുടക്കം മുതൽ 1 സെക്കൻഡ് വരെ, പിന്നെ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ, 2 മുതൽ 3 വരെ, 3 മുതൽ 4 വരെ, അങ്ങനെയുള്ളതിൻ്റെ പേരാണ് nth. ഓക്കെ, nthൻ്റെ ഫോർമുല എന്തായിരുന്നു? nthൻ്റെ ഫോർമുല എന്തായിരുന്നു? U പ്ലസ് ½ A ഇൻറ്റു 2n - 1. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കുക. ഒബ്ജക്റ്റ് തുടങ്ങുന്നത് റെസ്റ്റിൽ നിന്നായതുകൊണ്ട് U എന്താണ്? 0 ആണ്. അപ്പം ഞാൻ കാണുന്നു എസ് ഫസ്റ്റ്. nth എന്നെല്ലാം പറയുന്ന പോലെ തന്നെയാണ്, ഫസ്റ്റ്, എസ് ഫസ്റ്റ്. അപ്പോൾ N1 ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ N1 ആണ്. U എന്താണ്? 0. U 0 ആയതുകൊണ്ട് എഴുതണ്ടല്ലോ, പോട്ടെ, U 0 ആണ്, അത് എഴുതണ്ട, വിട്ടെ, ബാക്കി എഴുതിയാൽ മതി. ½ A ഇൻറ്റു N1 ആണ്, 2 ഇൻറ്റു N1 ആണ്, N1 - 1. അപ്പോൾ ഇതെത്ര കിട്ടും മക്കളെ? ½ A ഇൻറ്റു 2 - 1 ഇങ്ങനെ കിട്ടും. അടുത്ത എസ് സെക്കൻഡ്. ഇതിൻ്റെ പേരെന്നാ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ ഈ ഡിസ്റ്റൻസ്, അല്ലാതെ ടോട്ടൽ അല്ല.
ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് nth എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. u0 ആണ്. u എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു u എപ്പോഴും തുടക്കത്തിലുള്ള u ആണ്. u0 അതുകൊണ്ട് എഴുതണ്ട. ബാക്കി ഹാഫ് a ഇൻറ്റു 2 ഇൻറ്റു n, 2 ഇൻറ്റു n. n എത്ര ഇപ്പോൾ? n 2 ആണ്. n 2 ആണ്, -1. ഇത് ഹാഫ് a ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 - 1 3 വരും. അടുത്ത s തേർഡ്. അപ്പോൾ n എത്രയാ? s തേർഡ് എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ അല്ലേ s തേർഡ്. അപ്പോൾ n എത്രയാണ്? 3 ആണ്. അപ്പോൾ u0 വിട്ടേക്ക്. അപ്പോൾ ഹാഫ് a ഇൻറ്റു n, ഹാഫ് a ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു n, n ഇപ്പോൾ 3 ആണ്, -1 ആണ്. അപ്പോൾ ഹാഫ് a ഇൻറ്റു 2 ഇൻറ്റു 3 6 - 1 5 വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാത്തിലും ഹാഫ് എ എല്ലാത്തിലും ഇല്ലേ? അതുകൊണ്ട് എസ് ഫസ്റ്റ് ഇസ് ടു എസ് സെക്കൻഡ് ഇസ് ടു എസ് തേർഡ്. നമ്മൾ റേഷ്യോ പറയാണ്. റേഷ്യോ പറയുമ്പോൾ എന്താ സംഭവം? റേഷ്യോ പറയുമ്പോൾ എല്ലാത്തിലും ഹാഫ് എ ഉണ്ട് അല്ലേ? ഹാഫ് എ ഉള്ളത് കൊണ്ട് റേഷ്യോ പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാത്തിലും ഒരേപോലെ വരുന്ന സാധനം പറയണ്ട അല്ലേ? റേഷ്യോ പറയുമ്പോൾ എല്ലാത്തിലുള്ള സാധനം പറയണ്ട. അപ്പോൾ റേഷ്യോ എത്ര? 1:3:5. അപ്പോൾ 1:3:5. എന്താണ് മക്കൾക്ക് മനസ്സിലായത്? നമ്മൾ പറഞ്ഞു യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ എന്നാ പറഞ്ഞ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1:3:5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഈ ഒന്നാമത്തെ ഇവിടെ 1 അല്ലേ വരുന്നത്, ഇവിടെ 1 വരുമ്പോൾ ഇവിടെ 3 അല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 മടങ്ങാണ് ഇത്. 3 ടൈംസ് 3 മടങ്ങാണ് ഇത്. ഇതിൻ്റെ 3 മടങ്ങാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൻ്റെ 3 മടങ്ങായിരിക്കും ഈ ഡിസ്റ്റൻസ്. ഇതിൻ്റെ 3 മടങ്ങായിരിക്കും ഇത്. എങ്ങനെ മൂവ് ചെയ്യുമ്പോൾ? യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ കാരണം വെലോസിറ്റി ഇങ്ങനെ കൂടി വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ 3 മടങ്ങായിരിക്കും ഇത്. ഇനി 1:3:5 ആണ്. 5 എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ അങ്ങനെയാണേ, ആദ്യത്തെ 5 ടൈംസ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൻ്റെ ഇതിൻ്റെ 5 ടൈംസ് ആയിരിക്കും ഇത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ്, അപ്പോൾ എസ് ഫസ്റ്റ് ഈസ് ടു എസ് സെക്കൻഡ് ഈസ് ടു എസ് തേർഡ്, ഈ റേഷ്യോ ഓർമ്മിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1:3:5 ആണ്. അതായത് ഈ ആദ്യത്തെ ഡിസ്റ്റൻസ് വെറുതെ ഞാൻ പറയാണ്, ആദ്യത്തെ ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ ഇതിനെ പേരാ എസ് ഫസ്റ്റ്, ഇതിനെ പേരാ എസ് സെക്കൻഡ് അല്ലേ? ഇത് എസ് ആണെങ്കിൽ ഇത് 3s ആയിരിക്കും, കാരണം ഇതിൻ്റെ 3 മടങ്ങായി ഇതെന്നല്ലേ പറഞ്ഞത്. ഇനി ആദ്യത്തെ 5 ടൈംസ് 5 മടങ്ങായി ഇത് വരിക. അപ്പോൾ ആദ്യത്തെ എത്രയാ? ആദ്യത്തെ നമ്മൾ എസ് എന്നല്ലേ എടുത്തേ. ആദ്യത്തെ എസ് ആണെങ്കിൽ ഇത് 5s ആയിരിക്കും. അങ്ങനെയാണ് ഇവർ നമ്മൾ റേഷ്യോ 1:3:5 വരുന്നത്. ഇതിൻ്റെ പേര് എസ് ഫസ്റ്റ്, എസ് സെക്കൻഡ്, ഇത് എസ് സെക്കൻഡ്, ഇത് എസ് തേർഡ്. അവർ നമ്മളെ റേഷ്യോ 1:3:5. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുന്നു, ഇത് എസ് ഫസ്റ്റ്, ഇത് എസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ്, അതാ വ്യത്യാസം. ഇത് എസ് തേർഡ്, 2 മുതൽ 3 വരെ. ഇതെങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി ഇങ്ങനെ ചോദിക്കുന്നു ഇതേ ക്വസ്റ്റ്യനിൽ, അതായത് കണ്ടീഷൻ ഇതാണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് തുടങ്ങിയിട്ട് ഇറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഇതാണ് കേസ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു, S1 is to S2 is to S3. ഇത് നമ്മളെ വ്യത്യാസം എന്നാ? ഇതിൻ്റെ പേരുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സെയിമാണ്. എന്ന് പറഞ്ഞാൽ ഇതല്ലേ എസ് ഫസ്റ്റ്, ഈ സാധനമല്ലേ എസ് ഫസ്റ്റ്, ഈ സാധനം തന്നെയാണ് S1, ഇത് തന്നെയാണ് S1. എസ് ഫസ്റ്റ് എന്ന് പറയുന്നത് S1 എന്ന് പറയുന്നത് ഒന്ന് തന്നെ കേട്ടോ. ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. അത് രണ്ടും ഒന്നാണ്. ഇതിൻ്റെ പേരുന്ന S2 എന്ന് പറഞ്ഞാൽ ഇത് എസ് സെക്കൻഡാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 1 മുതൽ 2 വരെയുള്ള ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ സെക്കൻഡ്. ഇത് മുതൽ ഇത് വരെയുള്ള. പക്ഷേ ഇതെന്നാ S2 എന്ന് വെച്ചാൽ S2 ഇത് നമ്മൾ വ്യത്യാസം നോക്കിക്കോ. ഇത് 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള നമ്മൾ നേരത്തെ കണ്ടത്, ഈ ഡിസ്റ്റൻസാണ് കണ്ടത്. ഇത് S2 ആണ്. S2ൻ്റെ പേര് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഇൻ 2 സെക്കൻഡ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ 2 സെക്കൻഡ് വരെ.
അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഇത് ഇൻ സെക്കൻഡ് 1 മുതൽ 2 വരെ. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. ഇൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ 2 സെക്കൻഡ് വരെയാണ്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്. ഇൻ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ 3 വരെയാണ്. അതാണ് വ്യത്യാസം. ഇതിൻ്റെ പേര് S3, ഇത് S3. പക്ഷേ ഇവിടെ മുതൽ 2 മുതൽ 3 വരെയാണ് S3. ഇതാണ് S3. തുടക്കം മുതൽ 2 സെക്കൻഡ് വരെയാണ് S2. തുടക്കം മുതൽ 2 സെക്കൻഡ് വരെയാണ് S2. പക്ഷേ 1 മുതൽ 2 വരെയാണ് S സെക്കൻഡ് എന്നുള്ള സാധനം. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ, നേരത്തെ നമ്മൾ കണ്ടു ഇത് 5 സെക്കൻഡ് ഇങ്ങനെ 5s ഇങ്ങനെയല്ല കണ്ടത്. നേരത്തെ നമ്മൾ കണ്ടു യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് S ആണെങ്കിൽ നമ്മൾ കണ്ടു 1:3:5 അല്ലേ റേഷ്യോ. അപ്പോൾ ഇത് S ആണ്, ഇത് 3s, ഇത് 5s, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അടുത്ത കേസിൽ ഇത് S1 എന്ന് പറഞ്ഞാൽ ഈ സംഭവം S1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു S ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് S1, ഇത് S തന്നെ, ഈ സംഭവം S തന്നെ. ഇത് 3s അല്ലേ. അപ്പോൾ S-ഉം 3s മൊത്തം എത്രയാ? 4s. ഇവിടെ മുതൽ ഇവിടെ വരെ 4s. അപ്പോൾ ഇത് 4s തുടക്കം മുതൽ. ഇതല്ലേ 3s, ഇതാണല്ലോ 3s. പക്ഷെ അപ്പോൾ ഇത് 3s ആകുമ്പോൾ തുടക്കം മുതൽ ഇവിടെ വരെ എത്ര വരും? ഇത് S ആയതുകൊണ്ട്, ഇത് 3s ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ എത്ര വരും? 4s വരും. S3യോ? S-ഉം ഇത് ടോട്ടലല്ലേ വേണ്ടേ? ടോട്ടൽ വേണം. അപ്പോൾ S പ്ലസ് 3s പ്ലസ് 5s. S-ഉം 3s-ഉം, അപ്പോൾ S-ഉം 3s-ഉം 4s-ഉം 5s-ഉം 9s. അപ്പോൾ ഇവർ നമ്മൾ റേഷ്യോ എന്ത് വരും? S1 is to S2 is to S3 നമ്മൾ റേഷ്യോ. S1 S2 S3 ഈ റേഷ്യോ. ഇവിടെ 1:4:9. 1:2 ഇവിടെ 1 വരും, ഇവിടെ 4, ഇവിടെ 9. 4:9. ഇതാണ് നമ്മൾ റേഷ്യോ. വ്യത്യാസം മനസ്സിലാക്കണേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഇൻ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത്. ഇൻ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ 2 വരെ. ഇൻ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ 3 വരെ. അവർ നമ്മളെ റേഷ്യോ ആണ് 1:4:9. ഇനി ഇതോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലത്തെ ആദ്യത്തെ അത് തന്നെ. ഇൻ ഫസ്റ്റ് സെക്കൻഡ്. ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 2 വരെ. അതാണ് വ്യത്യാസം. ഇത് സ്റ്റാർട്ടിങ് മുതലാണ്. ഇത് 1 മുതൽ 2 വരെ. പിന്നെ അടുത്ത 2 മുതൽ 3 വരെ. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ. അങ്ങനെയുള്ള റേഷ്യോ ആണ് 1:3. ഈ റേഷ്യോ ഇങ്ങനെ പോവേ 1:3, 5:7, അങ്ങനെ പോവുക. 1, 3, 5, 7, 9 അങ്ങനെ പോകും. ഓക്കെ, ഈ റേഷ്യോ ഇങ്ങനെ വരും. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ഇതും ഇങ്ങനെ ടോട്ടൽ വരുന്നത്. സ്റ്റാർട്ടിങ് മുതലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ റേഷ്യോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ടൈമായി. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.